ഭാരതത്തിന്റെ ചരിത്രം എന്ന മറ്റൊരു വഴിത്തിരിവിലാണ്. ലോകരാഷ്ട്രീയം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു പുതിയ അധ്യായം. ഇത് കേവലം രാഷ്ട്രീയ പ്രസ്താവനകളല്ല, അതിർത്തികൾ മാറ്റി വരയ്ക്കുന്ന ഒരു മഹാശക്തിയുടെ മുന്നറിയിപ്പാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ആദരണീയനായ രാജ്നാഥ് സിംഗ് അദ്ദേഹം നടത്തിയ ഒരു പരസ്യ പ്രഖ്യാപനം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കെല്ലാം വിരാമമിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, സിന്ധ് അത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമോ? 1947-കളിൽ നമ്മളിൽ നിന്നും വേർപെട്ടു പോയ സിന്ധു നദിയുടെ പൈതൃകം പേറുന്ന ഒരു പുണ്യഭൂമി. ഈ ചോദ്യം കേവലം ഒരു ആഗ്രഹ പ്രകടനം മാത്രമായി നമുക്ക് തോന്നില്ല, തന്ത്രപരമായ ഒരു വെളിപ്പെടുത്തലാണ്. പാക് അധീന കാശ്മീർ ആക്രമണം ഇല്ലാതെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകുമെന്നുറപ്പിച്ച അതേ സർക്കാർ ഇപ്പോൾ സിന്ധിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ചരിത്രപരമായ തിരുത്തലുകൾക്ക് ഒരുങ്ങുകയാണ്. എന്താണ് ഈ പ്രസ്താവനകളുടെ ആഴത്തിലുള്ള അർത്ഥം? ദേശീയ സുരക്ഷ POK ഇന്ത്യയിലേക്ക് ചേരുന്നതിലൂടെ നമ്മുടെ ഭീകരവാദത്തിന്റെ വേരെറുക്കാൻ ഇന്ത്യ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? സാംസ്കാരിക വീണ്ടെടുപ്പ്, അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവകാശവാദത്തിലൂടെ ഭാരതം ലക്ഷ്യമിടുന്നത് എന്താണ്? നീതിയുടെ നിയമം നോക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി അഥവാ നമ്മുടെ CAA വഴി പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് നീതി ഉറപ്പാക്കിക്കൊണ്ട് മോദി സർക്കാർ എങ്ങനെയാണ് ലോകത്തിന് മാതൃകയാകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും കയ്യടി നേടിയത് പാക് അധീന കാശ്മീരിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് സ്വയമേവ നമ്മുടേതാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തിയിലല്ല, മറിച്ച് ധാർമ്മിക ശക്തിയിലും നയതന്ത്ര വൈദഗ്ധ്യത്തിലുമാണ്. വർഷങ്ങളായി പാക് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കും അവകാശ നിഷേധങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് POKയിലെ ജനങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പ്രാദേശിക വിഭവങ്ങളുടെ ചൂഷണം എന്നിവയെല്ലാം അവിടുത്തെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിനായുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കാനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഈ മുറവിളികളെയാണ്. BJP സർക്കാരിന്റെ തന്ത്രം, അതായത് മോദി സർക്കാർ സ്വീകരിച്ച തന്ത്രം വളരെ ലളിതമായിരുന്നു. ആക്രമണങ്ങളിലല്ല, പകരം ആത്മവിശ്വാസം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കശ്മീരിന്റെ മുഖച്ഛായ മാറ്റി എഴുതിയത് POKയിലെ ജനങ്ങൾക്കൊരു പ്രകാശ ഗോപുരമായി മാറി. ഇന്ത്യയിൽ സാധാരണ ജീവിതം തിരികെ വന്നപ്പോ പാകിസ്ഥാൻ അധിനിവേശത്തിൽ തങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. ആഗോള പിന്തുണ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളെ ലോകവേദികളിൽ തുറന്നു കാട്ടാനായി മോദി സർക്കാരിന് കഴിഞ്ഞു. ഭീകരവാദത്തിന്റെ വിഷയത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടതോടെ POKയിലെ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് ആഗോള ശ്രദ്ധയാണ് ലഭിച്ചത്. കഴിഞ്ഞ സർക്കാരുകൾ POKയെ കുറിച്ച് സംസാരിക്കാൻ മടിച്ചപ്പോൾ മോദി സർക്കാർ ഈ വിഷയത്തെ ദേശീയ അജണ്ടയുടെ മുൻനിരയിലേക്കാണ് കൊണ്ടുവന്നത്. ആക്രമണങ്ങളില്ലാതെ തന്നെ ആ പ്രദേശം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിരിക്കും. ഈ ഒരു വാചകം അതിരുകൾ തീരുമാനിക്കുന്നത് ജനവികാരമാണ് എന്ന ജനാധിപത്യപരമായ തത്വത്തിൽ ഇന്ത്യൻ സർക്കാർ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. 2016-ലെ സർജിക്കൽ സ്ട്രൈക്ക്, 2019-ലെ ബാലാക്കോട്ട് വ്യോമാക്രമണം എന്നിവയിലൂടെ എല്ലാം അതിർത്തി കാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെളിയിച്ച സർക്കാർ ഇപ്പോൾ POKയുടെ കാര്യത്തിൽ സമാധാനപരമായ പരിഹാരമാണ് ലക്ഷ്യമിടുന്നത്. ഇതൊരു സാധാരണ സർക്കാരിന് ചിന്തിക്കാൻ പോലും ആകാത്തത്ര ധീരവും ദീർഘവീക്ഷണവുമുള്ള രാഷ്ട്രീയ നീക്കമാണ്. പാകിസ്ഥാനെതിരെ സൈനിക നടപടി എടുക്കാതെ തന്നെ അവർ അധിനിവേശം ചെയ്ത ഭൂമി തിരികെ നേടാനുള്ള ഈ ഒരു നീക്കം മോദി സർക്കാരിന്റെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ POK തിരികെ ലഭിക്കുന്നതിനേക്കാൾ വലിയ ചർച്ചാ വിഷയമായി മാറിയത് സിന്ധിനെ കുറിച്ചുള്ള പ്രതിരോധ മന്ത്രിയുടെ പരാമർശമാണ്. സിന്ധ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമാണ്. എന്നാൽ രാജ്നാഥ് സിംഗിന്റെ ഈ ഒരു വാക്കുകൾ കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആഗ്രഹമായിട്ട് നമുക്ക് തോന്നില്ല, മറിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള അവകാശവാദമാണ്. സിന്ധ് ഭൂപ്രദേശം ഭാരതീയ സംസ്കാരത്തിന് എത്രത്തോളം പ്രധാനമാണ് എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നാണ്. സിന്ധ് എന്ന പേര് ഭാരതത്തിന് നൽകിയ ഹിന്ദു എന്ന പേര് പോലും സിന്ധുവിൽ നിന്നും രൂപപ്പെട്ടതാണ്. LK അദ്വാനിയുടെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സിന്ധി ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും LK അദ്വാനിയെ പോലെയുള്ളവരുടെ തലമുറയൊക്കെ സിന്ധിന്റെ വേർപാട് ഇന്നും അംഗീകരിച്ചിട്ടില്ല എന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വേർപാടിന്റെ വേദനയും തിരിച്ചുവരവിനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ആബ് ഇ സംസം വേഴ്സസ് സിന്ധു നദി, അതായത് സിന്ധിലെ പല മുസ്ലിങ്ങൾ പോലും സിന്ധു നദിയിലെ ജലം മക്കയിലെ ആബി സംസമിനേക്കാൾ പ്രധാനമായി കരുതിയിരുന്നു എന്ന അദ്വാനിയുടെ വാക്കുകൾ ഉദ്ധരിച്ചത് മതത്തിനെല്ലാം അപ്പുറമുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾക്ക് മാറ്റം വരാം. നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയേക്കാം. ഈ ഒരു പ്രസ്താവന അഖണ്ഡ ഭാരതം എന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്.
ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കെല്ലാം മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ കഴിഞ്ഞ കാലത്തെ ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനുള്ള ഇച്ഛാശക്തിയാണ് മോദി സർക്കാർ പ്രകടിപ്പിക്കുന്നത്. സിന്ധിനെ കുറിച്ച് സംസാരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നിട്ടും രാജ്നാഥ് സിംഗ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു തന്ത്രമുണ്ട്. ചരിത്രപരമായ വാദങ്ങൾ ശക്തിപ്പെടുത്തൽ. അതായത് ഈ പ്രസ്താവനകളിലൂടെ ഇന്ത്യയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അവകാശവാദങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായി സാധിക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തൽ. POKയിലെ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ശേഷം സിന്ധ് മേഖലയിലും പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രാദേശികമായ അതൃപ്തികൾ നിലനിൽക്കുന്നുണ്ട്. സിന്ധിനെ കുറിച്ചുള്ള പരാമർശം ആ പ്രദേശങ്ങളിലെ പ്രാദേശിക വികാരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. BJP സർക്കാർ കാലങ്ങളായിട്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ കൊണ്ടു നടന്ന അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം ഇപ്പോൾ കേവലം ഒരു സ്വപ്നമായിട്ട് മാത്രമല്ല ഇരിക്കുന്നത്, മറിച്ച് പ്രാവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ പ്രസ്താവനകളെല്ലാം നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരുന്നു. പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗത്തിലെ മൂന്നാമത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു. ഈ നിയമത്തെ എതിർത്തവർക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ രാജ്നാഥ് സിംഗ് ഇതിന്റെ ചരിത്രപരമായ നീതിയുടെ നിയമമായി അവതരിപ്പിക്കുന്നു. വിഭജനം ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നൽകി, പക്ഷേ അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് മതപരമായ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ സർക്കാരുകളുടെ പരാജയം, അതായത് ഈ പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുന്ന കാര്യത്തിൽ മുൻ സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ല എന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു. യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന ഹൈന്ദവ സമുദായത്തിലെ ആളുകൾക്ക് അർഹമായ അവകാശങ്ങൾ ലഭിച്ചിട്ടില്ല. അവരുടെ ദുരിതങ്ങൾ ദയയോടെ മനസ്സിലാക്കിയിട്ടില്ല. ഈ വാക്കുകൾ വിഭജനത്തിന്റെ ഇരകളോടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ കടപ്പാടാണ് എടുത്തു പറയുന്നത്. മതപരമായ പീഡനങ്ങളിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നവർക്ക് സുരക്ഷിതത്വവും പൗരത്വവും നൽകേണ്ടത് ഒരു മാതൃരാജ്യത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലാണ് CAA യാഥാർത്ഥ്യമാക്കാൻ കാരണമെന്ന് രാജ്നാഥ് സിംഗ് അടിവരയിട്ടു. ഈ വേദന മനസ്സിലാക്കിയ ഒരാൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. CAA എന്നത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനോ ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ള നിയമമല്ല. അത് ഏവർക്കും മനസ്സിലായിട്ടുണ്ട്. മറിച്ച് അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകാനുള്ള ഒരു നിയമമാണ്. ഇത് ഭാരതത്തിന്റെ സഹിഷ്ണുതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രതിഫലനമാണ്. ലോകത്തിന് മാതൃകയാണ്. ഒരു പ്രത്യേക വിഭാഗം ജനതയുടെ ദുരിതം പരിഗണിച്ച് അവർക്ക് പൗരത്വം നൽകാനുള്ള ഈ ഒരു തീരുമാനം ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ മനുഷ്യത്വപരമായ പ്രതിച്ഛായയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഭീകരവാദത്തിനെതിരെ കർശനമായ നിലപാടെടുക്കുമ്പോഴും പീഡിതരോട് കരുണ കാണിക്കാനുള്ള സർക്കാരിന്റെ കഴിവാണ് CAA തെളിയിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സിന്ധ് ബന്ധം നോക്കുമ്പോൾ സിന്ധിൽ നിന്നും കുടിയേറിയ ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകാൻ CAA സഹായിച്ചിട്ടുണ്ട്. സിന്ധിനെ കുറിച്ചുള്ള രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയും CAAയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സിന്ധിന്റെ സാംസ്കാരികപരമായ അവകാശം സ്ഥാപിക്കുമ്പോൾ തന്നെ അവിടെ നിന്നും വന്ന ജനങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകാനായി ഈ നിയമം സഹായിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ദേശീയത എന്നത് അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ്. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകൾ വെളിപ്പെടുത്തുന്നത് മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഇതൊരു സാധാരണ സർക്കാർ അല്ല, മറിച്ച് ചരിത്രപരമായ തിരുത്തലുകൾ വരുത്താൻ കെൽപ്പുള്ള ഒരു ഭരണ നേതൃത്വമാണ്. POK, സിന്ധ്, CAA ഇവയെല്ലാം ഒരൊറ്റ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ്. അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം ഇപ്പോൾ വിദൂരമല്ല, മറിച്ച് കയ്യെത്തും ദൂരത്താണ്. ആത്മവിശ്വാസം, സാംസ്കാരിക അവബോധം, ധാർമ്മിക നീതി എന്നിവയാണ് മോദി സർക്കാരിന്റെ വിദേശ ആഭ്യന്തര നയങ്ങളുടെ അടിസ്ഥാനം. അതിർത്തികൾ മാറാം, സിന്ധ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താം എന്ന പ്രത്യാശ നൽകിക്കൊണ്ട് രാജ്നാഥ് സിംഗ് ഭാരതീയരുടെ മനസ്സിൽ വീണ്ടും അഭിമാനമാണ് നിറച്ചിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.